ശാലോം ടെലിവിഷൻ്റെ പാദമുദ്രകൾ എന്ന പേരിലെ റിട്ടയർഡ് ചെയ്യപ്പെട്ട എല്ലാ വൈദികരുടെയും അജപാലന ശുശ്രൂഷയും പിന്നെ അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളെല്ലാവരും കാണാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഞാൻ ശാലോം ടെലിവിഷനും പിന്നെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ഞാൻ ആശംസിക്കുന്നു. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ സേവനം വൈദിക ശുശ്രൂഷ തന്നെയാണ്. ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ സന്ദേശം നമുക്ക് കാട്ടിത്തന്ന ഒട്ടേറെ വൈദികർ നമുക്കിടയിലുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ അഞ്ചുവിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിൽ അത്തരമൊരു വൈദികനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വട്ടക്കളത്തിലച്ചൻ. തൻ്റെ ദൈവവിളിയെ പൂർണ്ണമായും മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ഈ വൈദികൻ മരിയ ഭക്തിക്ക് ഒരു മാതൃക തന്നെയാണ്. ദൈവവിളി ഒരു മഹാരഹസ്യമാണ്. അത് ഉറപ്പാകുന്നത് കൈവെപ്പ് ശുശ്രൂഷ കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ്. ജീവിതത്തിൽ ഈ 12 വർഷത്തെ പഠനകാലത്തും ദൈവവിളി ഉണ്ടോ എന്നുള്ള സംശയത്തിൽ ആകുമ്പോൾ എപ്പോഴും പാറയിൽ സെമിനാറിലായിരുന്നപ്പോൾ ഓടി മാതാവിൻ്റെ ചാപ്പലിൽ കയറി അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അമ്മേ, ഞാനൊരു വൈദികനാകുകയാണെങ്കിൽ 2ാമത്തെ കുർബാന ഈ അമ്മയുടെ നടയിൽ ചൊല്ലിയേക്കാം. ആ ഒരു പ്രതിജ്ഞയോ നേർച്ചയോ ഈ 12 വർഷക്കാലവും ആവർത്തിക്കപ്പെട്ടു. അങ്ങനെ 12ാം വർഷം എനിക്ക് പടിയറ പിതാവ് പൗരോഹിത്യം തന്ന് കഴിഞ്ഞു.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ദൈവവിളിയാണ്. ആ ദൈവവിളിക്ക് നിരവധി ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, ഗുരുക്കന്മാർ, പുരോഹിതർ, സുഹൃത്തുക്കൾ, എല്ലാവരോടും കടപ്പാടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ദൈവവിളിയെക്കുറിച്ചുള്ള അറിവ് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. ദൈവവിളി ഉണ്ടെന്നൊക്കെ സൂചന കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ദൈവവിളികൾ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ദൈവവിളിയിൽ മാതാവിനോടുള്ള ഭക്തിയാണ് എനിക്ക് ഏറ്റവും സഹായകമായിരിക്കുന്നിരുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് എപ്പോഴും ഞാൻ നന്ദി പറയുന്നുണ്ട്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന സുഹൃദേവം 1000 പ്രാവശ്യം ഞാൻ ചൊല്ലിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് പടിയറ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ച് ചങ്ങനാശ്ശേരി ഭദ്രാസന പള്ളിയിൽ വൈദിക ശുശ്രൂഷ സമാരംഭിച്ചു. അതോടൊപ്പം തന്നെ കരിസ്മാറ്റിക് നവീകരണ ധ്യാന രംഗത്തും സജീവമായി കർമ്മനിരതനായി. എൻ്റെ മാതൃ ഇടവകയുടെ മൈതാനിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഈ ഇടവകയിലാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചത്. ഇവിടുത്തെ സഹവികാരിയായിട്ട് സേവനം ആരംഭിച്ചു. 1972 അന്ന് മുതൽ ചങ്ങനാശ്ശേരി കരിസ്മാറ്റിക് നവീകരണ ആയിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അന്ന് നവീകരണം അതിൻ്റെ പ്രാരംഭ ദശയിൽ മാത്രമായിരുന്നു. എങ്കിലും എവിടെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഏകദിന കൺവെൻഷനുകളോ ധ്യാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വചനം പ്രഘോഷിക്കാനും വചനം ശ്രവിക്കാനും മറ്റ് രീതിയിൽ ആ രംഗത്ത് പ്രവർത്തിക്കാനും എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ നവീകരണത്തിൻ്റെ മേഖലയിൽ ജനങ്ങൾ കാണിച്ച ആ താത്പര്യം, അവർക്ക് ആധ്യാത്മികമായി വളരാനുള്ള അവരുടെ ആ ഒരു തീവ്രമായ അഭിലാഷം, അതാണ് എനിക്ക് എപ്പോഴും പ്രചോദനം നൽകിയിരുന്നത്. വലിയ പ്രചോദനങ്ങളൊന്നും ഇതര മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ജനം ഈ നവീകരണം ഏറ്റെടുത്തു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ചുരുക്കം ചില പള്ളികളിൽ മാത്രമാണ് വട്ടക്കളത്തിലച്ചൻ ഇടവക സേവനം ചെയ്തത്. ചങ്ങനാശ്ശേരി ഭദ്രാസന പള്ളിയിൽ തുടങ്ങിയ ഈ സേവനം എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലെത്തി അവസാനിക്കുകയായിരുന്നു. പുരാതന പ്രസിദ്ധമായ എടത്വ ഗീവർഗീസ് സഹദായുടെ പള്ളിയിൽ കുറച്ചു കാലം ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആ കാലത്ത് വിശുദ്ധനിലുള്ള ജനങ്ങളുടെ വിശ്വാസം, ആഴമേറിയ വിശ്വാസം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ ജനം ഈ വിശുദ്ധനെ തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാനും അവരുടെ എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടുവാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോഴുള്ള ഈ പുരോഗതി ഒരു 10-30 വർഷം കൊണ്ടുള്ള വലിയ പുരോഗതി കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഈ ദൈവാലയം പല ദൈവാലയങ്ങളുടെയും മാതൃദേവാലയവുമാണ്. ചങ്ങങ്കരി, കോയിൽമുക്ക്, പാണ്ടങ്കരി, മരിയാപുരം,
പച്ച, ഈ പള്ളികളെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞുപോയ പള്ളികളാണ്. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കാലം അത്രയും വളരെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും അനുഭവിച്ചിട്ടുണ്ട്. അന്നത്തെ വികാരി അച്ഛൻ ഞള്ളിയിലച്ഛനാണ്. ബഹുമാനപ്പെട്ട സ്താനിസ്ലാവൂസ് ഞള്ളിയിലച്ഛൻ സ്നേഹധനനും വിശുദ്ധനും കരുതലുള്ള ഒരു പിതാവും ആയിരുന്നു. പിന്നീട് വൈദിക സേവനത്തോടൊപ്പം അധ്യാപക ശുശ്രൂഷയും കൂടി ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചു. അങ്ങനെ എടത്വ സെയിന്റ് അലോഷ്യസ് കോളേജിൽ സുറിയാനി പ്രൊഫസറായി ചുമതലയേറ്റു. As you all know, Reverend Dr. Joseph Vattakalam, he doesn't need any sort of introduction. He taught in this prestigious St. Aloysius College in the years 1976. For 6 months, he taught Syriac. And as we all know, he is not only an exemplary priest, but also a teacher par excellence. The college wishes him all the best in the years that are to come. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ചുമതല കൂടി ഉണ്ടായിരുന്നു. എടത്വ സെയിന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജർ എന്ന പദവി. സെൻറ്റ് അലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഈ കസേരയിലിരിക്കുമ്പോൾ എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ ഫാദർ ജോസഫ് വട്ടക്കളം, ഞങ്ങളെല്ലാവരും തന്നെ കൊച്ചാച്ചൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ സഹോദരൻ, ഈ സ്ഥാപനത്തിലും ഈ പള്ളിയിലും ഒക്കെ സേവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കേറെ അഭിമാനമാണ്. കൂടാതെ SB കോളേജ് എന്ന വലിയ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായി ഇരിക്കുകയും അതിനുശേഷം റിട്ടയർ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ആ പോസ്റ്റിൻ്റെ മഹത്വവും ലാളിത്യവും എനിക്ക് നന്നായി മനസ്സിലാവും. അച്ഛൻ ഇവിടെ ചെയ്ത സേവനങ്ങളെക്കുറിച്ച് നാട്ടുകാരിൽ നിന്ന് ഞാൻ പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനെ എല്ലാവരും ഏറെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. കൊച്ചാച്ചൻ ഇവിടെ സേവനം ചെയ്ത കാലം അത്രയും നിസ്വാർത്ഥമായിട്ട് സ്ഥാപനത്തിനു വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. എടത്വായിലെ സേവനങ്ങൾ തീർത്തും സംഭവബഹുലമായിരുന്നു. ഒരേ സമയം പള്ളി സഹവികാരിയും കോളേജ് അധ്യാപകനും സ്കൂൾ മാനേജരും. ഈ പ്രതിഭകൾക്കെല്ലാം പിന്നിൽ തീർച്ചയായും ദൈവകരങ്ങൾ തന്നെയാണ്. ഭക്തിയുടെ പാരമ്യതയിൽ ഈ വൈദികൻ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായി സ്വയം മാറുകയാണ്. 1976 ഇവിടെ അധ്യാപകനായി വന്നു. 6 മാസം മാത്രമേ ഇവിടെ ഞാൻ പഠിപ്പിച്ചുള്ളൂ. തുടർന്ന് ഞാൻ POCയിലേക്ക് പ്രൊഫസറായിട്ട് പോവുകയാണ് ഉണ്ടായത്. അക്കാലത്ത് 6 മാസക്കാലം പള്ളിയിലെ അസ്തേന്തിയുമായിരുന്നു. ഈ 2 സ്ഥാപനങ്ങളിലുമായിട്ട് വളരെയധികം സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ജനം വളരെ സ്നേഹമുള്ളവരാണ്, കരുതലുള്ളവരാണ്, കരുണയുള്ളവരാണ്. അന്നത്തെ കലാലയവും ഇന്നത്തെ കലാലയവും തമ്മിൽ ഒരു സാമ്യവുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ കാണുന്ന ഈ വലിയ കെട്ടിടം സിറിയക് കോട്ടയിലച്ഛനാണ് ഇത് മാനേജരായിരുന്നപ്പോൾ പണിയിച്ചത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ചെറിയ കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കലാലയത്തിൻ്റെ പുരോഗതിയിൽ സന്തോഷിക്കുകയും ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ പ്രൊഫസർ ജോയ്സ് എൻ്റെ ശിഷ്യയാണ്. മറ്റ് ശിഷ്യന്മാരോ ശിഷ്യകളോ കാണാം. അവരെ ആരെയും ഇപ്പോൾ കാണാൻ സാധിക്കാത്തത് കൊണ്ട്
ഞാൻ എല്ലാവരെയും എൻ്റെ ശിഷ്യരെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയും എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. നന്മകൾ മാത്രം നൽകുന്ന ഈ വൈദികൻ ചങ്ങനാശ്ശേരിക്കാർക്ക് എന്നും പ്രിയങ്കരനായിരുന്നു. വട്ടക്കുളത്തിൽ അച്ഛനെ പറ്റി എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാനുണ്ട്, നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അച്ഛൻ എൻ്റെ ചെറുപ്പം മുതലേ ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇവിടെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. അതോടൊപ്പം സൺഡേ സ്കൂളിൻ്റെ ഞങ്ങളെല്ലാവരെയും ഇന്നും എനിക്കിപ്പം 50 വയസ്സിൻ്റെ മേളിലുണ്ട്. ഇന്നും ഞങ്ങളെ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ അഭിസംബോധന ചെയ്ത് ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോണൊക്കെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോടൊത്ത് ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ പറഞ്ഞില്ലേലും എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തെ വന്ന് സഹായിക്കുകയും ആത്മീയപരമായ എല്ലാ നേട്ടങ്ങളും ഞങ്ങൾക്ക് അച്ഛൻ തന്നിട്ടുണ്ട്. ഇന്നും പാറയപ്പള്ളിയിലും ഈ ഇതര പരിസരങ്ങളിലായിട്ട് അച്ഛൻ പലപ്പോഴായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ ആ പഴയ പരിചയം 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയം ഇപ്പോഴും ഞങ്ങളോട് പുലർത്തുന്നുണ്ട്. എവിടെ വെച്ച് കണ്ടാലും എന്നാ മോനെ എവിടെ സുഖമാണോ, കുടുംബമൊക്കെ എങ്ങനെ ഇരിക്കുന്നു, മക്കളൊക്കെ, ഭാര്യ, ഇതെല്ലാം ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമാണ്. അച്ഛനെ കാണുമ്പം ഞങ്ങൾക്കൊരു യേശു പറഞ്ഞ മാതിരി നല്ല ഇടയൻ, അതേ ഒരു ഞങ്ങളോടുള്ള ആ കാഴ്ചപ്പാട് ഇതേമാതിരിയുള്ള അച്ഛന്മാർ നമ്മുടെ സഭയിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്തര കുട്ടനാട്ടിലെ കുമരങ്കരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ജോസഫ് തൻ്റെ 16-ാം വയസ്സിൽ ചങ്ങനാശ്ശേരി നഗരനിവാസിയായി മാറി. ക്രമേണ വൈദിക പഠനം കഴിഞ്ഞ് തൻ്റെ മാതൃദേവാലയമായ ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്തൻ പള്ളിയിൽ വൈദിക സേവനം തുടങ്ങി. ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടെങ്കിലും ദൈവം സ്ഥിര നിയമനം കൊടുത്തത് ചങ്ങനാശ്ശേരി SP കോളേജിലാണ് 1977. സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലായ ജോസഫ് വട്ടക്കുളത്തിലച്ഛനെ സ്നേഹപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അച്ഛനെ ഈ കോളേജിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിൽക്കാലത്ത് ഈ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിട്ട് ചേർന്നു. 1996-98 കാലഘട്ടത്തിൽ കോളേജിലെ പ്രിൻസിപ്പലായിട്ട് സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് വട്ടക്കുളത്തിലച്ഛനെ നിർവഹിച്ചിട്ടുള്ളത്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ വ്യക്തികളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആത്മീയമായ തലത്തിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ സജീവമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നൽകിയിട്ടുള്ളത്. കോളേജിൽ ആയിരുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായിട്ടുമൊക്കെ ഇതുപോലെയുള്ള ഒരു ആത്മീയ ബന്ധം അച്ഛന് ഉണ്ടായിരുന്നു. കോളേജിൻ്റെ ചാപ്ലൈനായിട്ട്, വിവിധ ഹോസ്റ്റലിലെ വാർഡനായിട്ട്, പ്രിൻസിപ്പലാകുന്നതിന് മുമ്പ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായിട്ട് ഒക്കെ
വിവിധ തലങ്ങളിൽ അച്ഛൻ ചെയ്തിട്ടുള്ള സേവനങ്ങളെ മാതൃകാപരമാണ്. ഈ സമൂഹത്തിനും നമ്മുടെ സഭയിലും അച്ഛൻ നൽകിയ വലിയ സാക്ഷ്യം നമുക്കെല്ലാവർക്കും വളരെ പ്രേരണ നൽകുന്നതാണ്, മാതൃകാപരമാണ്. ഈ പദ്ധതികളൊന്നും വട്ടക്കളത്തിലച്ഛൻ പ്ലാൻ ചെയ്തതല്ല. തീർച്ചയായും ഇത് ദൈവിക പദ്ധതികൾ തന്നെയാണ്. ദൈവപരിപാലനയുടെ ഈ നാളുകൾ ഏറെ നന്ദിയോടെ മാത്രമേ അച്ഛൻ അനുസ്മരിക്കാൻ കഴിയൂ. അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ മാതൃകലാലയത്തിൻ്റെ നടുമുറ്റത്താണ് നിൽക്കുന്നത്. ഈ കലാലയ മുത്തശ്ശിയുടെ മകനാകാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാനാക്കുന്നതിൽ ഈ ലോകത്തിലുള്ള എന്നെ സഹായിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഈ കലാലയമാണ്. ഇവിടെ 1960 വിദ്യാർത്ഥിയായി പ്രവേശിച്ചു. 64 BA പാസ്സായി. അതിനുശേഷം സെമിനാരി പഠനം തുടർന്നു. 12 വർഷം, ബാക്കി 8 വർഷം കൂടി പഠിച്ച് അച്ഛനായി കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും വന്ന് 73-75 ഞാൻ MA പഠിച്ചു, പാസ്സായി. 1977 ഫെബ്രുവരി 17 ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചററായി നിയമിതനായി. അന്ന് മുതൽ 1998 മാർച്ച് 31 വരെയാണ് ഞാനിവിടെ സേവനം അനുഷ്ഠിച്ചത്. ഇക്കാലയളവിൽ ജോയിൻ ചെയ്തപ്പോൾ മുതൽ ന്യൂമൻ ഹോസ്റ്റലിൻ്റെ വാർഡനും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചററുമായി സേവനം ചെയ്തു. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ